10 ദിവസം മുൻപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ ഫോണിൽ സംസാരിച്ചെന്ന് സ്ഥിരീകരിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ. ബഹുമാനപൂർവ്വവും സൗഹാർദ്ദപരവുമായ സംഭാഷണം ട്രംപുമായി നടത്തിയെന്നാണ് മഡുറോ പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിൽ മാന്യമായ ചർച്ചകൾക്കുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സൗഹൃദ സംഭാഷണം സ്ഥിരീകരിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ. വെനസ്വേല വിടാൻ തയ്യാറാണെന്ന് മഡുറോ ട്രംപിനോട് പറഞ്ഞതായി റോയിട്ടേഴ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപുമായി സംസാരിച്ചതെന്ന് മഡുറോ തന്നെ വ്യക്തമാക്കിയത്. US ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതും രാജ്യാന്തര ക്രിമിനൽ കോടതിക്ക് മുൻപാകെയുള്ള കേസ് അവസാനിപ്പിക്കുന്നതും ഉൾപ്പെടെ തനിക്കും കുടുംബത്തിനും നിയമപരമായ പൊതുമാപ്പ് ലഭിച്ചാൽ രാജ്യം വിടാമെന്നാണ് മഡുറോ ട്രംപിനോട് പറഞ്ഞതെന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. മഡുറോയുമായി ഫോണിൽ സംസാരിച്ചെന്ന് സ്ഥിരീകരിച്ച ട്രംപ് എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുവാൻ തയ്യാറായിരുന്നില്ല. നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ സംഭാഷണം നടന്നതെന്ന് ഞാൻ പറയില്ല, അതൊരു ഫോൺ സംഭാഷണമായിരുന്നുവെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. നവംബർ 21 നടന്നതായി സൂചനയുള്ള സംഭാഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടുവാൻ US വെനസ്വേല സർക്കാരുകളും തയ്യാറായില്ല. ഇതിനുശേഷം ട്രംപും മഡുറോയും തമ്മിൽ ആശയവിനിമയം നടന്നിട്ടില്ലെന്നാണ് വിവരം. വെനസ്വേലയുടെ വ്യോമാതിർത്തി പൂർണ്ണമായി അടച്ചെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സംസാരിക്കുവാൻ മഡുറോ ശ്രമിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് മയാമി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു.